നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജീവനും ജീവിതവും അർപ്പിച്ചുകൊണ്ടാണ് ഓരോ പ്രവാസിയും പ്രവാസ ലോകത്ത് വിയർപ്പൊഴുക്കുന്നത്. ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ പെടാപ്പാടുപെടുന്ന പ്രവാസികളെ അധികമാരും മനസ്സിലാക്കാറില്ല. എന്നാൽ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവർ നിരന്തരം അനുഭവിക്കുന്നുമുണ്ട്. പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടതിന്റെ ഒരു വിഹിതവുമായി നാട്ടിൽ വന്ന് ഇനിയുള്ള കാലം സ്വന്തം മണ്ണിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങി ജീവിക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് നാട്ടിൽ ഓരോ പ്രതിബന്ധങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നത്. അത്തരമൊരു സംഭവം നമ്മൾ നേരത്തെ കേട്ടതാണ്. ആന്തൂരിൽ പ്രവാസി സംരംഭകൻ ആത്മഹത്യ ചെയ്ത സംഭവം പ്രവാസ ലോകത്തെ ആകെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആന്തൂരിൽ പ്രവാസി സംരംഭകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആർക്കെതിരെയും പ്രേരണാകുറ്റം ചുമത്താൻ കഴിയില്ല എന്ന് അന്വേഷണ റിപ്പോർട്ട്. സാമ്പത്തിക ബാധ്യതയും കൺവെൻഷൻ സെന്ററിന് അനുമതി ലഭിക്കാത്തതും ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രവാസി വ്യവസായി പാറയിൽ സാജന്റെ ആത്മഹത്യയിൽ നഗരസഭ ചെയർപേഴ്സൺ പി.കെ. ശ്യാമള, സെക്രട്ടറി എന്നിവർക്ക് നേരിട്ട് പങ്കില്ല എന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ സാജന്റെ ഉടമസ്ഥതയിലുള്ള കൺവെൻഷൻ സെന്ററിന് പ്രവർത്തനാനുമതി നൽകുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കാലതാമസം ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയാണ് സാജനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇതിനൊപ്പം കൺവെൻഷൻ സെന്ററിന് അനുമതി ലഭിക്കാത്തതും ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അസ്വാഭാവിക മരണത്തിന് വളപട്ടണം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം CPM എഴുതി നൽകിയ റിപ്പോർട്ടാണ് ഇത് എന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം കേസ് പുനരന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ആവശ്യപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. 2019 ജൂൺ 18 പ്രവാസി വ്യവസായി സാജൻ ആന്തൂരിലെ സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശ്യാമളയ്ക്കെതിരെ സാജന്റെ കുടുംബം രംഗത്തെത്തിയതായിരുന്നു. വികസന വിരോധികൾ തന്റെ സ്വപ്ന പദ്ധതി തടസ്സപ്പെടുത്തുന്നു എന്ന് സാജൻ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. പി. ജയരാജൻ, കെ. സുധാകരൻ, ജെയിംസ് മാത്യു MLA, തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം C. അശോക് കുമാർ എന്നിവർ സഹായിച്ചതായും ഡയറിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ പി.കെ. ശ്യാമളയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ പരാമർശങ്ങളോ പേരോ ഡയറിയിൽ ഉണ്ടായിരുന്നില്ല. നഗരസഭാ അധ്യക്ഷ പി.കെ. ശ്യാമളയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം നഗരസഭാ അധ്യക്ഷയെ രക്ഷിക്കാനാണ് CPIM ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചിരുന്നു. ഒപ്പം ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം, IG തല അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നേതാക്കൾ സാജന്റെ കുടുംബം നേരത്തെ തന്നെ സന്ദർശിച്ചിരുന്നു. 20 വർഷത്തോളമായി നൈജീരിയയിൽ ബിസിനസ് ചെയ്തു വരികയായിരുന്നു സാജൻ. നാട്ടിലെത്തിയ സാജൻ തന്റെ ഉടമസ്ഥതയിലുള്ള ഓഡിറ്റോറിയത്തിന് അനുമതി ലഭിക്കാത്തതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 15 കോടി രൂപ ചെലവഴിച്ചായിരുന്നു ആന്തൂരിൽ പാർത്ത കൺവെൻഷൻ സെന്റർ എന്ന പേരിൽ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. പ്രവർത്തനാനുമതിക്കായി പലതവണ നഗരസഭാ ചെയർപേഴ്സണെ സമീപിച്ചിട്ടും അനുമതി നൽകിയിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.